മലയാളികളുടെ പ്രിയ താരമാണ് മഞ്ജു വാര്യർ. ഇപ്പോഴിതാ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിൽ ആണെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ. അതിന് ആധാരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സനൽകുമാറിന്റെ കയറ്റം സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി മഞ്ജു വാര്യർ ആയിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജു വാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വിവാദമായിരുന്നു. കുറിപ്പിനെതിരെ നടി പോലീസിൽ പരാതിപ്പെടുകയും സനൽകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിച്ചെന്നാണ് മഞ്ജു വാര്യർ പരാതിയിൽ പറഞ്ഞത്. പിന്നാലെ സനൽകുമാർ ബഹളം വെക്കുകയും തന്നെ കൊല്ലാൻ ശ്രമമെന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് സനൽകുമാർ. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്ന കുറിപ്പിൽ സനൽകുമാർ ശശിധരൻ ആവർത്തിച്ചു. മഞ്ജു വാര്യരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും 3 വർഷം മുമ്പ് ഞാൻ പോസ്റ്റിട്ടതും അതേ തുടർന്ന് അവരുടെ തന്നെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ളപ്പരാതിയിൽ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഓർമ്മയുണ്ടാകും. അന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ഇന്നും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇത്തവണ അവരുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കാം. എന്റെ അറസ്റ്റിനു ശേഷം 2022 നവംബറിൽ മഞ്ജു വാര്യർ ഒരു അപരനാമത്തിൽ ഫേസ്ബുക്ക് വഴി എന്നെ ബന്ധപ്പെടുകയായിരുന്നു. എന്റെ ജീവന് വേണ്ടിയുള്ള ചേസിംഗ് കൂടിയപ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായി. ഇപ്പോൾ ഞാൻ അമേരിക്കയിലാണ്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ നിരന്തരം ഒരു അപരനാമത്തിൽ സംസാരിക്കുന്നു. 3 ദിവസം മുമ്പ് എന്നോട് സംസാരിച്ചതിന്റെ ശബ്ദരേഖയാണ് ഇത്. മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് എന്നത് ഞാൻ ആവർത്തിക്കുന്നു. ലിങ്ക് കമന്റിൽ ആണെന്നാണ് സനൽകുമാർ ശശിധരൻ കുറിച്ചത്. ഒപ്പം ഒരു സ്ത്രീയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സനൽ പുറത്തുവിട്ടിട്ടുണ്ട്. കയറ്റം സിനിമയുടെ പോസ്റ്ററും കുറിപ്പിനൊപ്പം സനൽകുമാർ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ മഞ്ജു വാര്യർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.